അപ്പോൾ ദേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളതേ സാധാ ഒരു നോർമൽ ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ്. പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു ഇതിൽ നിന്ന് ഒപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ അടിപൊളി ലേസൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. കൈയൊന്നും തരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ലൈനിങ് മെറ്റീരിയൽ, അത് വെച്ചിട്ടായാലും നമുക്കൊന്ന് എങ്ങനെയെങ്കിലും എനിക്കിത് തയ്ച്ച് തന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് കേട്ടോ അവരിപ്പോൾ നമുക്കിത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് എങ്ങനെ കൈ ഒപ്പിക്കാമെന്നുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു ഞാൻ ഇന്ന്. അപ്പോൾ ഇതിന് ഫ്രണ്ട് പീസാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട്. അത്യാവശ്യം നല്ല വണ്ണമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ മെറ്റീരിയലിൽ നിന്ന് സാധാരണ കിട്ടാറില്ല. എക്സ്ട്രാ വലിയ പീസാണെങ്കിൽ മാത്രമേ കിട്ടാറുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞു. നമ്മളിപ്പോൾ കുറേ മെറ്റീരിയലൊക്കെ അവർക്ക് തയ്ച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിലുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാണല്ലോ കൊണ്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും അവർക്ക് ഇതൊന്ന് എത്തിച്ച് ഒരു ചുരിദാറാക്കി കൊടുക്കണം, അതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ പണി. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഒട്ടും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ലൈനിങ് മെറ്റീരിയലാണ് എടുത്തിട്ട് ബോട്ടം സ്ട്രൈറ്റ് ബോട്ടമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ടോപ്പ് ലൈനിങ് ആദ്യം കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഫ്രണ്ട് പീസിൽ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. ഇത് ആദ്യം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബാക്ക് പീസ് ഇത് പ്ലെയിൻ ആണ്, അതിൽ നിന്നാണ് നമുക്ക് കൈ കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ലേസൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൈപ്പ് മെറ്റീരിയലിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലേസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മെയിൻ പീസിൽ നിന്ന് വല്ല വഴി ഉണ്ടാകുന്നതാണ് നോക്കേണ്ടത്. കിട്ടൂല ഇത് വെച്ചാൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബൈ ചാൻസിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടുമെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ബാക്ക് പീസും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടിട്ട് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ ബാക്ക് ടെക്കൊക്കെ മാർക്ക് ചെയ്ത് ഇരിക്കണുണ്ടോ, ഇത് ബാക്ക് പീസ് ആണ് കേട്ടോ. ബാക്ക് പീസ് പരമാവധി ക്ലോത്ത് അങ്ങോട്ട് ഇങ്ങനെ നീക്കിയിട്ടിട്ട് ഒരു സൈഡിൽ നിന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ബാക്ക് പീസ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ബാക്ക് പീസ് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാലൻസ് എന്തുണ്ടെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് പീസും വെട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ബാലൻസ് ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ. ഈ ഒരു ലെങ്ത്തിലാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കൈ എന്ന് പറഞ്ഞത് ലൈനിങ്ങിൽ ഇത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു വിധത്തിൽ നമുക്ക് ജോയിന്റ് ഇല്ലാതെ ഈ കൈ എത്തിച്ചെടുക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ എന്തായാലും ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ തന്നെ കൈയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അവർ പറഞ്ഞ് ജോയിന്റ് ഒന്നും വെച്ചിട്ട് ആകുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ, അങ്ങനെ വേണ്ട, എന്തോ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ക്രേപ്പിൻ്റെ ഇത് വെച്ചിട്ട് കൈ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ലേസ് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് തന്നെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇച്ചിരിയെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണതാണെങ്കിൽ നമ്മളിത് ഒപ്പിച്ചിട്ട് ഇവിടെ ജോയിന്റ് ഇട്ടിട്ടാണെങ്കിലും ഓക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ജോയിന്റ് ഇട്ട് വേണ്ട, ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ജോയിന്റ് അവർക്ക് ഫംഗ്ഷൻ ഇടാനുള്ളതും ആയതുകൊണ്ടിട്ട് വെറുതെ കാലം ബാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, വേണ്ടാന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ലേസ് അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് ആയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്തുനിന്ന് നമ്മൾ ചേച്ചി വിളിച്ചു. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന റൂമിലാണുള്ളത്. അപ്പോൾ ലോക്ക് മെഷീൻ്റെ നൂല് പൊട്ടി. ഇനിയിപ്പോൾ നമുക്ക് നേരെ അത് പോയി ശരിയാക്കണം. അത് ശരിയാക്കിയിട്ട് വേണം, ഫുഡും കൂടെ കഴിച്ചിട്ടില്ല, ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ നെക്കൊക്കെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആൻറ്റിജി ഇതൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ളത് നമുക്ക് ഫുഡ് കഴിക്കലും നമ്മുടെ ലോക്ക് മെഷീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നെക്ക് ബാക്ക് നെക്ക് ഇതുപോലെ നോർമൽ റൗണ്ട് നെക്ക്, ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇത് വെച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പിൽ സ്ലീവിനാണ് നമുക്ക് കൈ കിട്ടാതിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലേസൊക്കെ കൊടുത്ത് ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്, സൂപ്പർ ആയിട്ടില്ലേ? അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ചുരിദാറുകളൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ.